കണ്ണൂർ അണ്ടർബ്രിഡ്ജ് ഭാഗത്ത് കോർപ്പറേഷനെ ധിക്കരിച്ച് മതിൽ നിർമ്മാണം തുടർന്നത് തടഞ്ഞ് കോൺഗ്രസ്. മതിൽ അല്പം പിറകിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട മേയർ പ്രവൃത്തി നിർത്താൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് വകവയ്ക്കാതെ മതിൽ പ്രവൃത്തി തുടർന്നതോടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞത്. കണ്ണൂർ റെയിൽവേ അണ്ടർബ്രിഡ്ജ് ഭാഗത്ത് കോർപ്പറേഷൻ നടത്തുന്ന വികസനത്തിന് തുരങ്കം വയ്ക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിൽ നിർമ്മാണം തടഞ്ഞത്. മതിൽ അല്പം പിറകിലേക്ക് മാറ്റി ഡ്രെയിനേജ് സംവിധാനത്തിനടക്കം സൗകര്യം ഒരുക്കണമെന്ന് കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് മാനിക്കാതെ പ്രവൃത്തി നടന്നപ്പോൾ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും ഡെപ്യൂട്ടി മേയർ കെ പി താഹിറും എത്തി പ്രവൃത്തി നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച പ്രവൃത്തി നിർത്തിവെച്ചുവെങ്കിലും ബുധനാഴ്ച ഇത് വീണ്ടും പുനരാരംഭിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നേതാക്കളും കൗൺസിലർമാരും എത്തിയത്. ഈ റെയിൽവേയിലേക്ക് പറഞ്ഞ വിഷയം മനസ്സിലായി. നമ്മൾ കവർന്നെടുക്കാൻ വന്നതല്ല. ഉണ്ടല്ലോ അതിന്റെ മഴക്കാലത്ത് അണ്ടർപാസിൽ വെള്ളക്കെട്ട് പതിവാണ്. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അല്പം പിറകിലേക്ക് മതിൽ സ്ഥാപിക്കണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ മതിലും കെട്ടേണ്ട എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരോട് കൗൺസിലർമാരും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. കെ സുധാകരൻ എംപിയും വിഷയത്തിൽ ഇടപെട്ടു. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നിർമ്മാണം നിർത്തിവെക്കാൻ എംപിയും ആവശ്യപ്പെട്ടു. തുടർന്ന് അടുത്ത ദിവസം തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രവൃത്തി നിർത്തിവെക്കാം എന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുൽ, DCC സെക്രട്ടറി MK മോഹനൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രഞ്ജിത്ത് താളിക്കാവ്, പി അനൂപ്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോന ജയറാം, കൗൺസിലർമാരായ അജിത് പാറക്കണ്ടി, രേഷ്മ വിനോദ്, CH റഫീന, മുൻ കൗൺസിലർ സുരേഷ് കാനത്തൂർ, റാഷിദ് ചാലാട്, കോൺഗ്രസ് നേതാക്കളായ ഡൂഡു ജോർജ്, അക്ഷയ് കോവിലകം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.